Good morning, everyone. Good morning. Good morning, everyone. Thank you so much for joining. റംസാൻ മുബാറക്. നമുക്ക് ഇന്ന് അല്ലേ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാസമാണ്. ലോകത്ത് ഒരുപാട് പേര് ഒരുമിച്ച് ആത്മീയപരമായ പ്രവർത്തികളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു സമയമാണ്. സോ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഇന്നത്തെ സെഷനിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്ന് നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്തതിൽ തീർച്ചയായിട്ടും എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും അല്ലെ? ഒരു ഗസ്റ്റിന് നമ്മുടെ എല്ലാ സൺഡേസിലും നമ്മൾ ചെയ്യാറുള്ളത് എന്താണ്? സ്പെഷ്യൽ ആയിട്ടൊരു ഗസ്റ്റ് നമ്മൾ കൊണ്ടുവരും. നമ്മളുടെ കോഴ്സിനെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഗസ്റ്റ് നമ്മളിലേക്ക് വരികയും പ്രോഗ്രാമിൽ അവരുടെ ഇൻസൈറ്റ്സുകൾ ഷെയർ ചെയ്യുകയാണ് ചെയ്യുക അല്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച് ജോയിനിങ് ഫോർ വൺസ് അഗൈൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് പ്രത്യേകിച്ച് ഗസ്റ്റുകളൊന്നുമില്ല. ടുഡേ വി ഡോണ്ട് ഹാവ് ഗസ്റ്റ്. ഒരു പ്രധാനപ്പെട്ട കാരണം റംസാൻ സമയമായതുകൊണ്ട് പലരും തിരക്കിലാണ്, നമ്മൾ ബന്ധപ്പെട്ട പലരും തിരക്കിലാണ്. പക്ഷേ നമുക്കൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുള്ളത്, അവസരമുള്ളത് നമ്മൾ ഏത് സിറ്റുവേഷനും അവസരമാക്കി മാറ്റണമല്ലോ. അപ്പോൾ ഇവിടെയുള്ള പലരും ഉണ്ട്, നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള പല ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ സ്റ്റോറി നിങ്ങൾക്ക് പറയാം, നമുക്കതൊരു ചർച്ചയാക്കാം. നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന രീതികൾ, ഓൾറെഡി ഇതിനു മുൻപ് ഗസ്റ്റായി വന്ന പലരുണ്ട്, നിങ്ങൾക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ ദാറ്റ് വേ. നമുക്ക് ആ രൂപത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. ആരാണ് ആദ്യമായിട്ട് തന്നെ മുന്നോട്ട് വരാൻ തയ്യാറുള്ളവർ? ഒന്ന് മീ എന്ന് കമൻറ്റ് ചെയ്യുക. സ്റ്റോറി ഷെയർ ചെയ്യാൻ തയ്യാറുള്ളവർ നിങ്ങളുടെ മറ്റുള്ളവർക്ക് ഇതൊരു ഇൻസ്പിറേഷനായിട്ട് മാറും, മറ്റുള്ളവർക്ക് ഇതൊരു തീർച്ചയായിട്ടും ഒരു പ്രചോദനമായിട്ട് മാറും. അപ്പം അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, മീ എന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ഓൺ മീ. ഞാൻ ഷെയർ ചെയ്യാൻ തയ്യാറാണ് എൻ്റെ സ്റ്റോറി, എൻ്റെ ഹീലിംഗ് ജേർണി, ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. അത് ഓൾറെഡി ഇവിടെ ഷെയർ ചെയ്ത ആൾക്കാർക്കും പറയാം കേട്ടോ, ആർക്കും പറയാം. ബിക്കോസ് യു ക്യാൻ ഇൻസ്പയർ അതേഴ്സ്. തുടർച്ചയായിട്ട് അത് ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാം. ശരത്, ആർ യു ദേർ? ശരത്, ഓക്കെ. ക്യാൻ യു ബി ഹിയർ ഇൻ ലൈക്ക് വീഡിയോയിൽ വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഓഡിയോയിൽ തന്നെ ഒന്ന് ഷെയർ ചെയ്താൽ മതി. ശരത്, ഇവിടെ കുഴപ്പമില്ല. എങ്ങനെ? ക്രിക്കറ്റ് കളിക്കാൻ പോകാൻ ആഹാ, സൺഡേ ആയതുകൊണ്ട് എല്ലാ ആഴ്ചയിലും ക്രിക്കറ്റ് കളിക്കും അല്ലേ? ശരി, ഓക്കെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശരത്, നമ്മളൊരു റിസോർട്ടിൽ പോയിട്ട് നമ്മളൊരു കുറച്ച് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തു അല്ലേ? അഡ്വാൻസ് പ്രോഗ്രാമിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തു. അപ്പം അഡ്വാൻസ് പ്രോഗ്രാമിലേക്ക് ഉള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള, നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള, നമ്മൾ ആദ്യം ഇത് എല്ലാ കോഴ്സിലും ഓരോ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യലും പ്രിപ്പയർ ചെയ്യലും നമ്മുടെ ഇന്റേണൽ ടീംസിലാണ്. അഡ്വാൻസ് പ്രോഗ്രാം വരുന്നുണ്ട്, ഏപ്രിൽ മാസത്തിലാണ് വരുന്നത്. അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുത്തിട്ടുള്ള കാര്യങ്ങളും അത് ശരത്ത് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എന്താണ് ശരത്തിന്റെ ഒരു ഫീൽ എന്താണ് ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയപ്പോൾ? അഡ്വാൻസ് പ്രോഗ്രാമിനെ കുറിച്ച് എന്താ ചിന്തിക്കുന്നത്? തീർച്ചയായിട്ടും നമുക്ക് ബേസിക് കഴിഞ്ഞപ്പോൾ നമുക്ക് ടോട്ടൽ ഇതുവരെ നമ്മൾ ചെയ്ത പോലെയല്ല, ബേസിക്കലി ചെയ്ത പോലെയല്ല. ഒരുപാട് സംഭവങ്ങൾ അതിലുണ്ട്. കാരണം ആ ഒരു ഹീലിംഗ് ഒരു 2 ദിവസം കൊണ്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങളാണ് അതിലുണ്ടായിട്ടുള്ളത്. ഇപ്പോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്താണ് മാറ്റം? എന്താണ് ഫീലിംഗ്? എന്താണ് ചേഞ്ചസ്? ശരിക്കും നമ്മൾ പറഞ്ഞില്ലേ, പിന്നെ ഒരു മൈൻഡ്ഫുൾനെസ് ഫീലാണ്. എപ്പോഴും നമുക്ക് ഫുൾ ടൈം നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കണം. ഇപ്പൊ നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഒരു 1/2 മണിക്കൂർ മെഡിറ്റേഷനിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇത് ചെയ്തതോടുകൂടി നമ്മൾ ഫുൾ ടൈം ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മൾ മെഡിറ്റേഷനിലൂടെ കടന്നു പോകുന്ന ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാകുന്നത്.
ഓക്കെ. നമുക്കൊന്നും നമ്മുടെ ലൈഫിൽ ബാധിക്കാത്ത രീതിയിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണ് നേട്ടം തോന്നിയത്? കാരണം ഒരു പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കുന്നില്ല. എല്ലാത്തിനും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ അടുത്തേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മളെ ബാധിക്കുന്നില്ല. സ്മൂത്തായിട്ട്. നാച്ചുറലി നാച്ചുറലി അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെ? ഓട്ടോമാറ്റിക്കലി അക്സെപ്റ്റൻസ് അതെ നടക്കുന്നു. അതെ, നമ്മളൊന്നും ചെയ്യേണ്ട. നമ്മൾ ഫുൾ ടൈം അവെയർ ആയിട്ടാണ് പോകുന്നത്. ഫുൾ ടൈം അവെയർ ആയിട്ടാണ് പോകുന്നത്. ഞാനൊരു പറയാം, ഇതിൻ്റെ ഒരു കോൺടെക്സ്റ്റ് പറയാം. ഞാൻ അഡ്വാൻസ് പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്റേണൽ ടീമിന് ടെസ്റ്റ് ചെയ്യും. അപ്പം ഇന്റേണൽ ടീമിന്റെ അടുത്ത് ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഇതൊരു കോഴ്സ് രൂപത്തിലാക്കി മാറ്റണമല്ലോ. കുറേ നോളജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോ വാട്ട് വി നീഡ് ടു ഡു ഇസ് വി നീഡ് ടു ഡിസൈൻ ഇറ്റ്. അപ്പോൾ ഡിസൈൻ കോഴ്സ് രൂപത്തിലേക്കാക്കി മാറ്റണം. അപ്പോൾ അതിന്റെ സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഓരോരോ പ്രാക്ടീസസ് നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ആദ്യം ഇവർക്കൊരു അവയർനെസ് കൊടുത്തു നമ്മളല്ലേ. പിന്നെ ഒരു ഹാഫ് ഡേയോളം അവയർനെസ് തന്നെയായിരുന്നു കംപ്ലീറ്റ്ലി. ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല, അതിന്റെ പകുതിയെ കൊടുത്തിട്ടുള്ളൂ ഹാഫ് ഡേ ആയപ്പോഴേക്ക് തന്നെ. ആ അവയർനെസ് എങ്ങനെ ഉണ്ടായിരുന്നു, അവയർനെസ് ക്ലാസ് ശരത്? നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ നമ്മളൊരു ടാപ്പിംഗ് ചെയ്യുമ്പോൾ, ഈ ഒരു ഹീലിംഗ് ചെയ്യുമ്പോൾ, ബേസിക്കലി ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മളത് തീർന്നു പോകുന്നുണ്ട്. പക്ഷെ ഇത് നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ചെയ്തിട്ടില്ല. ഒരു 1.5-2 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് ഹീൽ ചെയ്യാന്നുള്ളത് ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ്. ഇതിൽ നമുക്കത് നിർത്താൻ തോന്നുന്നില്ല. നമുക്ക് ആ ടൈം പോകുന്നത് അറിയുന്നില്ല. ശരിക്കും അതിലാണ്ട് ലയിച്ചു പോവാണ്. അത്രയും അടിപൊളിയായിട്ടാണ് നമ്മുടെ ടീമിലുള്ളതൊന്നും പറയല്ല. അടിപൊളിയായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. നമുക്ക് 2-3 ദിവസം കൊണ്ട് തന്നെ അത്രയും ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ശരത്, നമ്മുടെ അതിനു മുൻപേ നമുക്ക് ഉച്ചവരെ ഉച്ചയ്ക്ക് ഒരു 3 മണിയോളം നമ്മൾ ക്ലാസ് ആയിരുന്നു അല്ലെ? കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു, പറയായിരുന്നു. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കിളി പോയിരിക്കുന്നുണ്ടായിരുന്നു അവിടെ ചോദിച്ചാണ്. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതുവരെ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ അതിലെല്ലാം നമുക്ക് പഠിച്ചു വെച്ചതും കേട്ടതും കണ്ടതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ. അപ്പൊ കുറെ കാര്യങ്ങൾ നമുക്ക് ഇതുവരെ കേട്ടത് തെറ്റായിരുന്നു, ആ രീതിയിലൊക്കെ പിന്നെ ചിന്തിച്ച് ഒരുപാട് നമുക്ക് ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. സത്യം പറഞ്ഞ സാറ് പറഞ്ഞ പോലെ കിളി പോയ ഒരവസ്ഥ തന്നെയായിരുന്നു അന്ന് ശരിക്കും. കാരണം അത് ആ ഒരു ഹീലിംഗ് കഴിഞ്ഞു പോകുന്നപ്പോ ശരിക്കൊന്നും സംസാരിക്കാനൊന്നുമില്ല. നമ്മൾ ഫുൾ ടൈം അങ്ങനെ സംസാരിക്കാതെയാണ് പോകുന്നത്. അതിന്ന് ആ ഒരു ഹീലിംഗ് കഴിഞ്ഞപ്പോ അതിന് ശരിക്കും ഇറങ്ങി പോന്നിട്ടില്ല ആ ഒരു ദിവസം. അതിൽ തന്നെ ആയിരുന്നു. ഓക്കെ ഓക്കെ. ഓൾ റൈറ്റ്. സോ ആ ലെവലിൽ എന്താ വെച്ചാൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോന്നു. അതിനുശേഷം പിന്നീടുള്ള ദിവസങ്ങളിൽ ശരത്തിനുണ്ടായിട്ടുള്ള ഇപ്പം സംസാരം കുറവാണെന്ന് പറഞ്ഞു, അതിനോട് എന്താണ് പറയാനുള്ളത്? സംസാരം കുറവാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ സംസാരിക്കുള്ളൂ. കുറേ നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപഴകുന്നില്ല, എല്ലാത്തിലും ഇടപെടുന്നില്ല. നമുക്ക് ആവശ്യമുള്ള എവിടെയാ സംസാരിക്കണ്ടേ, എന്താണ് നമുക്ക് ആവശ്യമുള്ള ആ കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ നമ്മള്. ബാക്കിയൊക്കെ ശരിക്കും നമ്മള് ഈ ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ അവെയർ ആയിട്ടിരിക്കുക, നമ്മളെ ശ്രദ്ധിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ അതേപോലെ നമ്മൾ അറിയാതെ തന്നെ നമ്മള് ആ ഒരു ഇതിൽ തന്നെ നിൽക്കണം. പക്ഷെ ഇത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ബ്രീത്തിലായാലും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നമ്മൾ അറിയാതെ ഓരോ ആളോട് സംസാരിക്കുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുന്ന സമയത്തും അറിയാതെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു പോകുന്നുണ്ട്. ഓക്കെ. സോ ഇനി എന്താണ് ബേസിക്കിൽ നിന്ന് അഡ്വാൻസിനെ വ്യത്യസ്തമാക്കുന്നത് തോന്നണം? എന്താണ് നിനക്ക് ഒരു ബേസിക് അഡ്വാൻസ് തമ്മിൽ വ്യത്യാസമുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് മാറ്റമുണ്ട്. അതെല്ലാം ഇത് വേറെ ലെവൽ തന്നെയാണ്. കാരണം ആ ഒരു ക്ലാസ് ആയാലും ഒരുപാട് നമുക്ക് കിട്ടുന്ന അറിവുകളായാലും പിന്നെ ഹീലിംഗ് തന്നെ അതിൽ ഒരുപാട് മാറ്റമുണ്ട്. നമ്മൾ അതിൽ ബേസിക്കലി ചെയ്ത പോലെയല്ല. അത് നമുക്ക് അനുഭവിക്കുന്ന വേണം. നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലാകും. അത് ചെയ്ത പോലെയല്ല ഇതില്. ഓക്കെ. ശരത്ത് കുറേ മെഡിറ്റേഷൻസ് ചെയ്ത ആളാണ്, അല്ലെങ്കിൽ പ്രാക്ടീസുകൾ ചെയ്ത ആളാണ്, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനിൽ അത്രയും ആഴത്തിൽ പഠിച്ച ഒരാളാണ്. അതിൽ നിന്ന് എത്രത്തോളം വ്യത്യാസമുണ്ട്? എത്രത്തോളം വ്യത്യാസം എന്താ വെച്ചാൽ ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ EFT എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും റിസൾട്ട് അല്ലേ. ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അപ്പൊ റിസൾട്ട് ആണ്. അതേപോലെ തന്നെ ഈ ഒരു ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു 90 ഡേയ്സ് കൊണ്ട് വേറെ ലെവലാണ്. സാർ ഇപ്പോ ഒരു എനർജി ചാർട്ടൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോ കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലൊക്കെ സാറ് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ
ഒരു 200-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മാറുന്ന പറഞ്ഞ പോലെ നമ്മളൊരു എന്തായാലും ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 200 അല്ല അതിന്റെ അപ്പുറത്തി നമുക്ക് ഇപ്പോഴും ആ ഒരു ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റും. ഓക്കെ. സോ ആർ യു എക്സൈറ്റഡ് ശരത്? യാ, തീർച്ചയായും. അതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ടീമിൽ പ്രാക്ടീസ് ചെയ്യിച്ചിട്ടുള്ളൂ. സെക്കൻഡ് പാർട്ട് ഇനി പ്രാക്ടീസ് ചെയ്യിക്കാനുണ്ട്. ആ സെക്കൻഡ് പാർട്ടിന് എക്സൈറ്റഡ് ആണോ ശരത്? തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. ഓക്കെ. ശരത് നമ്മുടെ ലാബില് നമ്മൾ സയന്റിസ്റ്റുകളെ ഓരോ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ ഉപയോഗിക്കും അല്ലേ? അതുപോലെ നമ്മുടെ ടീമിലുള്ള ആളാണ്. അപ്പം ശരത്തിലൊക്കെയാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നത്. ശരത്ത് ഒരു നല്ലൊരു പ്രാക്ടീസറാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്താലും അത് പ്രാക്ടീസ് ചെയ്തോളാം. അപ്പം അതിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. സോ എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ ഏപ്രിൽ മാസത്തിൽ പ്രോഗ്രാം വരുന്നുണ്ട്, അഡ്വാൻസ് പ്രോഗ്രാം. 3 days ഇവന്റ് ആണ്. ആ 3 days കൊണ്ട് നിങ്ങൾ വേറെ ഒരു ലോകത്തേക്ക് നിങ്ങൾ പോകും, ഒരു സംശയമില്ല. വേറൊരു വ്യക്തിയായിട്ട് നമുക്ക് പുറത്തിറങ്ങാം. വല്ലാത്തൊരു അനുഭൂതിയിലൂടെ, വല്ലാത്തൊരവസ്ഥയിലൂടെ നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് ഗോ ആൻഡ് ലെറ്റ്സ് ഡു ദാറ്റ്. ഹു ഈസ് പിന്നെ എക്സൈറ്റഡ്? പറഞ്ഞോളൂ. നമ്മൾ ആ സംസാരിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, നമ്മളൊരു ശരിക്കും സംസാരിക്കുമ്പോൾ ഇപ്പൊ സാറിന്റെ ക്ലാസ് തന്നെ നോക്കിയാൽ മതി. ഇപ്പൊ അതിന് ശേഷം സാറിന്റെ ക്ലാസ്സും ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ വോയിസ് ഞാൻ വോയിസ് അയക്കുമ്പോൾ ശരിക്കും കേൾക്കാറില്ല. എനിക്ക് അത്ര ആ ഒരു ഇഷ്ടമില്ലായിരുന്നു. എന്റെ വോയിസ് മോശമാണെന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുണ്ട് സംസാരത്തിൽ എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. എനിക്ക് തന്നെ എന്റെ വോയിസ് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. വോയിസ് അയക്കുമ്പോഴൊക്കെ ഞാൻ തീരെ കേൾക്കാറില്ലായിരുന്നു, പക്ഷെ ഞാനിപ്പോ കേട്ടിരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതെ, അതെ, അതെ. തീർച്ചയായിട്ടും. നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ ഓവറോൾ നമ്മളുടെ ചിന്തകൾ മാറും, നമ്മുടെ കാഴ്ചപ്പാട് മാറും. അത് മാറുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരം അങ്ങോട്ട് മാറുകയാണ്. നമ്മളുടെ ശരീരം അങ്ങോട്ട് മാറുകയാണ്. നമ്മളുടെ കേൾക്കുന്ന രീതി മാറുന്നു, കാണുന്ന രീതി മാറുന്നു, ചിന്തിക്കുന്ന രീതി മാറുന്നു, സംസാരിക്കുന്ന രീതി മാറും. മൊത്തത്തിൽ മാറ്റം. ആരെയും നമുക്ക് ഒന്നിനെയും ഒരു ഇൻസെക്യൂരിറ്റി ഇല്ല. ഇൻസെക്യൂരിറ്റി അതായത് നമ്മൾ ട്രിഗേർഡ് ആവുന്നില്ല. ശരിയല്ലേ ശരത്? അതെ, ട്രിഗർ, അതെ. അതായത് ട്രോമ നമുക്ക് ട്രിഗർ ആവുന്നില്ല. EFT ബേസിക് ചെയ്യുമ്പോൾ നമ്മൾ ട്രോമ ഹീലിംഗ് ചെയ്തു, ശരിയാണ്. അങ്ങനെ നമുക്ക് പിന്നീട് ഹീൽ ചെയ്തിട്ടുള്ള ട്രോമാസ് ഒന്നും ട്രിഗേർഡ് ആവുന്നില്ല. അങ്ങനെയാണ് നമുക്ക് സംഭവിക്കുന്നത്, അല്ലേ? അതെ. എന്നാൽ ചെയ്യുമ്പോൾ അവിടെ ട്രോമ ഹീലിംഗ് അത്രയും ഡെപ്തിൽ നടക്കുകയാണ്. ഒരു കാര്യവും നമുക്ക് ട്രിഗേർഡ് ആവാത്തൊരവസ്ഥ വരുന്നു. നമുക്ക് ദേഷ്യമില്ല, വളരെ കാമാണ്, വളരെ കൂളാണ്. ഇനി എങ്ങാനും ദേഷ്യം വന്നാൽ തന്നെ അത് പെട്ടെന്ന് നമ്മൾ അവെയറാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ഇറിറ്റേഷൻ വന്നാൽ നമ്മൾ അപ്പം തന്നെ അവെയറാണ്. ഭയങ്കര അവെയർനെസ് ആണ്. നമ്മളങ്ങ് കാം, പീസ്ഫുൾ, ഒരു ഇന്നർ ജോയ് ഉള്ള, പീസ്ഫുൾ ആയിട്ടുള്ള, കാമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ അങ്ങ് മാറും. അപ്പം നിങ്ങളതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ അത് 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 ഒരു വലിയൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ റംസാൻ ഈ മാസം സ്പെഷ്യൽ ആണല്ലോ. ഈ മാസത്തിലൊക്കെ നമ്മളെന്ന് വെച്ചാൽ EFT ചെയ്യാൻ പറ്റുന്നവരൊക്കെ EFT ചെയ്യാം. ഈ മാസത്തിൽ നമ്മൾ നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആത്മീയത. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ശാന്തമായിട്ട് നമ്മൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. ഈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതാ, അല്ലേ? തെറ്റായ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് സ്ഥിരമായിട്ട് എത്താൻ നമുക്ക് പറ്റിയ എങ്ങനെ ഉണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു വല്ലാത്ത അനുഭൂതിയുള്ള, ഒരു വല്ലാത്തൊരു ശാന്തതയുള്ള, അത് വളരെ നോർമലാണ് ആക്ച്വലി. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടത്താണ് ഇത്രയും കാലം ജീവിച്ചത് എന്ന തിരിച്ചറിവിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നമ്മൾ ഇത്രയും കാലം ജീവിച്ചത്, ജീവിതം കംപ്ലീറ്റ്ലി റോങ് ആണ്, അതിലൊന്നും ഒരു ശരിയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. ഐ മീൻ എല്ലാത്തിലും കുറച്ച് ശരിയുണ്ട്, അതല്ല ഞാൻ പറയുന്നത്. ലൈക്ക് നമ്മൾ കണ്ട രീതിയും ചിന്തിച്ച രീതിയും മനസ്സിലാക്കിയ രീതിയും അതിൽ ജീവിച്ചു പോയതും ഇതൊരു ഷോർട്ട് കട്ടാണ്. ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് സീക്രട്ടാണ്. വലിയ മഹാന്മാരായിട്ടുള്ള ആൾക്കാർ വർഷങ്ങളോളം തപസ് ചെയ്ത് നേടുന്നൊരവസ്ഥ
കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറ്റും, അതിൻ്റെ ഒരു കവാടത്തിലേക്ക് കടക്കാൻ പറ്റും, ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട്. സോ ആ ഒരു ഷോർട്ട് കട്ടിന് ഒരു സീക്രട്ടാണ്, പെട്ടെന്ന് എത്താൻ പറ്റും. അപ്പോൾ അതിലേക്ക് എത്താനുള്ള ഒരു മാർഗം ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. എന്നതിനർത്ഥം ഇത് എന്താ പറയുക, മടിയന്മാർക്കുള്ളതല്ല, അങ്ങനെ മടിയന്മാർക്കുള്ളതാണ് എന്നതല്ല അതിനർത്ഥം. ബട്ട് ദിസ് ഈസ് വെരി, എന്താ പറയുക, വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, അതിനുള്ള 3 days നിങ്ങൾ മാറ്റിവെക്കുക. കം ടു ദ പ്രോഗ്രാം. ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് കംപ്ലീറ്റ്ലി ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. സോ നമുക്കതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ക്ഷണിക്കുകയാണ്. നമ്മൾ കുറച്ച് പേരെ എടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങളതിലേക്ക് എന്ത് ചെയ്യുക, വരിക. 20 ആൾക്കാരെ നമ്മൾ എടുക്കുന്നുള്ളൂ. യു കം ടു ദാറ്റ്, ലെറ്റ്സ് ഡു ദാറ്റ് ഇവൻറ്റ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വൺസ് അഗെയിൻ. ശരത്, വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. ഓൾറൈറ്റ്, ഇനി ആരെങ്കിലും ഇതേപോലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടോ? അഡ്വാൻസ് പ്രോഗ്രാമിൻ്റെ എക്സ്പീരിയൻസ് അല്ല, ഈവൻ ബേസിക്കിലുള്ള ചില ചേഞ്ചസ്, സംഗതികൾ. ഞാനൊരു കാര്യം പറയാം, നമ്മളധികം ആൾക്കാരും പറയാറുണ്ട് മിറക്കിൾസ്. ആക്ച്വലി ഒന്നും മിറക്കിൾ അല്ല, ഇതൊക്കെ വളരെ നോർമലായ കാര്യങ്ങളാണ്, നോർമലായ മാറ്റങ്ങളാണ്. നിങ്ങളുടെ ലൈഫിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന പോലെ തോന്നും, അതെല്ലാം വളരെ നോർമലായ കാര്യങ്ങളാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നമ്മൾക്ക് ഈ ലോകത്ത് അത്ഭുതങ്ങളില്ല, അത്ഭുതങ്ങൾ ഈ ലോകത്തില്ല. മനുഷ്യനാണ് അത്ഭുതമാക്കി അതിനെ ചിത്രീകരിക്കുന്നത്. ആക്ച്വലി വളരെ നോർമൽ. മനുഷ്യൻ അത് അനുഭവിക്കാത്തത് കൊണ്ട്, അതിലേക്കുള്ള ആക്സസ് ഇല്ലാത്തത് കൊണ്ട് അത്ഭുതമായി തോന്നുന്നതാണ്. സോ അതൊക്കെ എന്താ വെച്ചാൽ, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ചിന്തകളിൽ നമ്മൾ ഇത്രയും കാലം കണ്ട അത്ഭുതങ്ങളെയെല്ലാം നമ്മൾ എന്ത് ചെയ്യാം, വളരെ നോർമലായ കാര്യങ്ങളായിട്ട് കാണണം. നമ്മൾ ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കാണ് ഇതൊക്കെ വലിയ അത്ഭുതങ്ങളായിട്ട്. മഹാന്മാരായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർക്ക് വലിയ സന്തോഷമുള്ള കാര്യമില്ല. അത് വളരെ നോർമലായ ഒരു കാര്യമായിട്ട് അവർ ഉൾക്കൊള്ളും. ഒരു ഓവറായിട്ട് എക്സൈറ്റ്മെന്റ് ഇല്ല. കാരണം ഓവർ എക്സൈറ്റ്മെന്റ് പാടില്ല എന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ആത്മീയപരമായ അവസ്ഥയിൽ നിന്ന് താഴേക്ക് പോകും. അതിനർത്ഥം പാടില്ല എന്ന് പറയുമ്പോൾ അതൊരു ആഘോഷമല്ലേ, അതൊരു രസമല്ലേ, അതൊരു ആനന്ദമല്ലേ, അതൊരു രസമല്ല. ആക്ച്വലി അത് രസമാകുന്നത് ആർക്കാണ്? യഥാർത്ഥത്തിലുള്ള സുഖാവസ്ഥ അനുഭവിക്കാത്തവർക്കാണ്. യഥാർത്ഥത്തിലുള്ള സുഖാവസ്ഥ, ആ സമാധാനം അനുഭവിക്കാത്തവർക്കും, സുഖം അനുഭവിക്കാത്തവർക്കും, ആനന്ദം അനുഭവിക്കാത്ത, യഥാർത്ഥത്തിലുള്ള ആനന്ദമുണ്ട്, യഥാർത്ഥത്തിലുള്ള സമാധാനമുണ്ട്, യഥാർത്ഥത്തിലുള്ള സ്നേഹമുണ്ട്. ഈ സ്നേഹത്തിൻ്റെ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അത് അനുഭവിക്കുന്നവർക്കും, അത് ഡെയിലി അതിലൂടെ കടന്നു പോകുന്നവർക്ക് വേറെ എത്ര വന്നിട്ട് കാര്യമില്ല, അത് ഫീൽ ചെയ്യൂല. കാരണം അതിനൊക്കെ മുകളിലുള്ളതാണ് ഇവർ അനുഭവിക്കുന്നത്. മനസ്സിലാവുന്നു? 3 days ഓൺലൈൻ ക്ലാസ് ആണ്, ഓൺലൈൻ അല്ല. അത് നമ്മൾ റിസോർട്ടിൽ പോയിട്ട് സ്റ്റേ ചെയ്തിട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. ഹോട്ടലിലോ അല്ലെങ്കിൽ റിസോർട്ടിലോ നമ്മൾ എന്താ വെച്ചാൽ സ്റ്റേ ചെയ്യും. അങ്ങനെ സ്റ്റേ ചെയ്തിട്ട് പഠിച്ചെടുക്കുന്ന, അത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആ സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു പ്രോഗ്രാമാണ്. സോ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്രോഗ്രാം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം, അത് വരിക, അറ്റൻഡ് ചെയ്യുക. അതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സ്റ്റേറ്റിലേക്ക് നിങ്ങൾ എത്തുക. അപ്പോൾ നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കില്ല, പിന്നെ അനാവശ്യമായിട്ട് സംസാരിക്കില്ല. ഈ ഓവർ ഷെയറിങ് പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇല്ലേ? കുറെ ആൾക്കാർക്ക് ഓവർ ഷെയറിങ് ആണ്, ലൈക്ക് കൂടുതലായിട്ട് ഇങ്ങനെ സംസാരിച്ചു പോകും, ഓവറായി പോകുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ പ്രശ്നങ്ങൾ, മനസ്സൊരിക്കലും ശാന്തമല്ല. നമ്മൾ എത്ര നിർത്താൻ ശ്രമിച്ചിട്ട് ചിന്തകൾ നിർത്താൻ കഴിയുന്നില്ല. ചിന്തകൾ കാട് കടന്നു പോകും. ഒരു ബാലൻസ് കിട്ടുന്നില്ല, കൺസിസ്റ്റൻസി കിട്ടുന്നില്ല, മനസ്സിന് നിയന്ത്രണം കിട്ടുന്നില്ല, സെൽഫ് ഡിസിപ്ലിൻ ഇല്ല. സോ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല മികച്ച പ്രോഗ്രാമാണ് അഡ്വാൻസ് പ്രോഗ്രാം. സോ കം ടു ദാറ്റ്.
and it will change your life. So April മാസത്തിൽ നടക്കുന്നുണ്ട്. You're excited. Okay. അപ്പോൾ ഈ ഒരു മാസത്തിൽ വളരെ നല്ല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ശരിക്കും നല്ല രീതിയിലേക്ക് പ്രാക്ടീസ് ചെയ്യുക. അതിനെന്താ വേണ്ടത്? ഏറ്റവും പ്രധാനം വേണ്ടത് വെച്ചാൽ ഈഗോ മാറ്റി വയ്ക്കുക. ഞാനൊന്നുമല്ല എന്ന തിരിച്ചറിവിലേക്ക് വരിക. ഈ സമയം ലോകത്ത് നമ്മുടെ ഒരു എനർജി ഉണ്ട്. ആ എനർജി, ലോകത്തിൻ്റെ ഒരു എനർജി കൂടുന്നൊരു സമയം. ഒരു ഹോളി മന്താണ് അല്ലേ? അതേപോലെ മറ്റുള്ള പല മതങ്ങളിലും ഉള്ള സമയങ്ങളിൽ ഇതേപോലെ എനർജി ഹൈ ആവും. ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നു, ഒരുപാട് പേര് നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നു, ചെയ്യുന്നു. ഒക്കെ ചെയ്യുമ്പോൾ വലിയ എനർജി ഹൈ ആവും. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന കോൺഷ്യസ്നെസ്സിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളെന്താ വേണ്ടത്? ചിന്തകൾ കുറയ്ക്കുക. അതിനെന്താ വേണ്ടത്? മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, പ്രാർത്ഥന. എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഈഗോ മാറ്റിവെച്ച്, നിങ്ങളുടെ സൗകര്യങ്ങൾ മാറ്റിവെച്ച് ഒന്ന് അസൗകര്യപ്പെടാൻ, അസൗകര്യം പോലും ഇറ്റ്സ് ഓക്കെ എന്നൊരു മനോഭാവത്തോടു കൂടി എടുക്കാൻ പറ്റുന്ന ഒരു എളുപ്പം ക്രിയേറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? സമർപ്പിക്കുക. നിങ്ങളെ മനസ്സിലാവുന്നുണ്ട്? എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതിലേക്ക് സമർപ്പിക്കുക. അത് പിന്നെ പ്രയാസമല്ല. അങ്ങനെയുള്ള രീതിയിൽ നിങ്ങളൊന്ന് സമർപ്പിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ പ്രാക്ടീസ് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഒരു ഏത് കാര്യം ചെയ്യാനുള്ള മനസ്സ് വരും. നമ്മുടെ പ്രോബ്ലം നമ്മുടെ ഈഗോ ആണ്. നമ്മുടെ ഈഗോയെ എടുത്ത് മാറ്റും. നമ്മുടെ ഈഗോ എന്താ? നമ്മുടെ ഞാനെന്ന ഭാവം, ഞാനെന്തോ സ്പെഷ്യലാണ് എന്നൊരു ചിന്തയാണ്. എനിക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കിട്ടണം, എനിക്കെല്ലാം എളുപ്പമാണ്, എനിക്കെല്ലാം സുഖമാവണം. ആ ചിന്തയാണ് നമ്മുടെ പ്രയാസം ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ചിന്തയാണ് പ്രയാസം ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നോമ്പാണ് അല്ലേ? ഒരുപാട് പേര് നോമ്പ് നോൽക്കുന്ന സമയത്ത്, വ്രതം എടുക്കുന്ന സമയത്ത് ഭയങ്കര കഷ്ടപ്പാട് പോലെ തോന്നും. അതിലേക്കൊന്ന് സമർപ്പിച്ചു നോക്കിയേ. സമർപ്പിക്കുക. അല്ലെങ്കിൽ സമർപ്പിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ ഈഗോ മാറ്റി വയ്ക്കുക. എത്രയോ ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. ഞാനായിട്ട് ഇപ്പം എന്താ സ്പെഷ്യൽ ഉള്ളത്? ഞാനത് ചെയ്യുമ്പോൾ ഞാൻ അതിലേക്ക് മനസ്സിനെ ഞാൻ സമർപ്പിക്കുന്നു, എൻ്റെ ശരീരത്തെ സമർപ്പിക്കുന്നു. ഒരു സ്നേഹം, ഒരു പ്രണയത്തോടു കൂടി ചെയ്യണം. ഇതിനു മുൻപ് അയ്യൂബ് സാറ് പറഞ്ഞിരുന്നു അല്ലേ? അയ്യൂബ്ക്ക പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞിരുന്നത്? എന്താണോ ഉത്തരവാദിത്തങ്ങളോട്, എന്താണോ അത് പറയുന്ന ആൾക്കാരോട് ഒരു വല്ലാത്ത ഇഷ്ടം, സ്നേഹിക്കുക, അവരെ സ്നേഹിക്കുക, ആ പ്രോസസ്സിനെ സ്നേഹിക്കുക. നമ്മൾ സ്നേഹിക്കാൻ അൺകണ്ടീഷണലായിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളെ നിങ്ങൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവിടെ ചോദ്യമില്ല. സ്നേഹമാണ്. സ്നേഹത്തിലേക്ക് അങ്ങോട്ട് സമർപ്പിക്കണം. ഇഷ്ടത്തോടു കൂടി അങ്ങ് സമർപ്പിക്കണം. അവിടെ പിന്നെ ചോദ്യം ചെയ്യലില്ല. അവിടെ പിന്നെ എനിക്കെന്താ ഇങ്ങനെ, ഇത് ബുദ്ധിമുട്ടാണ്, മിണ്ടുന്നില്ല, ഒരു പരാതിയില്ല. അതിനിപ്പോൾ എന്താ, എനിക്ക് അത്രയും ഇഷ്ടമാണ്, ഇഷ്ടത്തോടു കൂടി ഞാൻ ചെയ്യുന്നു എന്ന ഒരു പ്രോസസ്സ്, ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വളരെ എളുപ്പമുള്ളൊരു കാര്യമായിരുന്നു. അതല്ല, ഓഹ് ഇതെങ്ങനെ ചെയ്യാം, ഓഹ് ഇത് കഷ്ടമാണ്, എനിക്ക് വയ്യ, ഞാൻ കംഫർട്ടബിൾ അല്ല. ഹു ആർ യു? നിങ്ങൾ ആരാ? നമ്മൾ സ്വയം ചോദിക്കണ്ട, ഞാൻ ആരാ? നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, നീ ആരാ? ആരുമല്ല, ഒന്നുമല്ല. നമ്മുടെ ഈഗോ കിടന്നിട്ട് ഞാൻ എന്താ, എനിക്ക് ഇങ്ങനെ കിട്ടണം, എനിക്ക് ഇങ്ങനെ വേണം, എനിക്കിത് പ്രയാസമാണ്, എനിക്കത് പ്രയാസമാണ്. സോ
ആ മൈൻഡ് സെറ്റ് എടുത്ത് കളയാം. അത് കളയുന്നിടത്താണ് യഥാർത്ഥ സ്ട്രെങ്ത്. ആ മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ടിരിക്കലാണ് നീ വീക്കാണ് എന്ന് നീ നിന്നെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. നിന്റെ സബ് കോൺഷ്യസ് മൈൻഡിന് ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും വീണ്ടും, നീ വീക്കാണ്, നീ വീക്കാണ്, നീ വീക്കാണ്. അപ്പൊ നമുക്ക് നമ്മുടെ അതിനെ പറയും കണ്ടീഷൻസ്. നമ്മൾ കണ്ടീഷൻസ് വയ്ക്കും. കണ്ടീഷൻസ് ഒക്കെ എടുത്ത് കളയാം. എന്താണോ ചെയ്യേണ്ടത് ഞാൻ ചെയ്യണം, എണീക്കേണ്ടതിന് ഞാൻ എണീക്കണം, അല്ലേ? അങ്ങനെ ചെയ്തു നോക്ക്, ജീവിതം എല്ലാം എളുപ്പമാവില്ലേ? എല്ലാത്തിനോടും ഒരു ഇഷ്ടം, പ്രണയം, അങ്ങനെ നമ്മൾ ചെയ്യുക. അപ്പം അത് വ്രതമാണെങ്കിലും അങ്ങനെ തന്നെയാണ്, പ്രാർത്ഥനകളാണെങ്കിലും അങ്ങനെ തന്നെയാണ്, വേദഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക മതഗ്രന്ഥങ്ങൾ, ഖുർആൻ പോലുള്ള സംഗതികൾ പാരായണം ചെയ്യുന്നതാണെങ്കിലും ശരി, അത് ഇതിൽ മറ്റുള്ള കാര്യങ്ങൾ മെഡിറ്റേഷൻ ഇരിക്കുന്നതാണെങ്കിലും ശരി, അമ്പലത്തിൽ പോകുന്നതാണെങ്കിലും ശരി, പ്രാർത്ഥിക്കുന്നത്, whatever it is, you do it. നിങ്ങളുടെ ഈഗോ, നിങ്ങളെന്ന് പറയുന്ന ഒരു ഭയങ്കര കംഫർട്ട് ആഗ്രഹിക്കുന്ന, എളുപ്പം ആഗ്രഹിക്കുന്ന ആളെടുത്ത് പുറത്ത് വയ്ക്കുക. അപ്പോഴാണ് യഥാർത്ഥ എളുപ്പം നിങ്ങൾ അനുഭവിക്കുകയുള്ളൂ. നിങ്ങൾ എളുപ്പം വേണം, പലതും ഈസി ആവണം എന്ന് ആഗ്രഹിക്കും. എനിക്ക് വയ്യ, അതിലേക്ക് എനിക്ക് സമർപ്പിക്കാൻ വയ്യ എന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും പ്രയാസമായി മാറുന്നത്. അത് ആ ഒരു ആഗ്രഹം എടുത്ത് മാറ്റിവെച്ചാൽ ഏത് കഠിനമായതും നിങ്ങൾക്ക് എളുപ്പമാണ്, ഈസിയാണ്. പിന്നെ എല്ലാം നിങ്ങൾക്ക് പിന്നെ കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ള പ്രശ്നമില്ല, സെൽഫ് ഡിസിപ്ലിൻ ഇല്ല എന്നുള്ള പരാതിയില്ല. നിങ്ങൾ എണീക്കും, ചെയ്യേണ്ടത് ചെയ്യും, ഇത്രയല്ലേ ഉള്ളൂ. നിങ്ങൾക്കൊന്നിലും പരാതിയില്ല. പറഞ്ഞോ, നോ കംപ്ലൈൻസ്. സോ കംപ്ലൈനിങ് നമ്മൾ നിർത്താം. അടുത്ത പോയിന്റ് അതാ, സ്റ്റോപ്പ് കംപ്ലൈനിങ്. ഇറ്റ്സ് നത്തിങ് ബട്ട് യുവർ ഈഗോ ഈസ് ക്രൈങ്. വീക്കായിട്ടുള്ള നിങ്ങളുടെ ഈഗോ കരയുന്നതാണ്. Stop doing that. It's not necessary, it's not helping, it is putting you down. Okay. So, those kind of things. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ന്യൂ ചേഞ്ച് ഷുഡ് ഹാപ്പൻ. ഓക്കെ, റെഡിയാണോ? ആർ യു റെഡി? യെസ്, ഹലോ, ആരെങ്കിലും ഉണ്ടോ അവിടെ? എല്ലാവരും മരിച്ചുപോയോ? ആർ യു ഹിയർ? ഓക്കെ, ഇവിടെ കുറേ ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുന്നു. ഒക്കെ ഇവിടെ ഉണ്ട് അല്ലേ? യെസ്, ഓക്കെ. സോ എന്താ തോന്നുന്നത് ഞാൻ പറഞ്ഞു കേട്ടിട്ട്? നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് ഉള്ളതുണ്ടോ? എനി ക്വസ്റ്റ്യൻസ് യു കൻ ആസ്ക്, ഐ എം ഹാപ്പി ടു ആൻസർ. കാരണം നിങ്ങളിപ്പോൾ ചോദിച്ചോളൂ, പരമാവധി ആൻസർ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അത് പരമാവധി ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അതോ ഞാനിത് പറഞ്ഞോടുകൂടി നിങ്ങളെ ഈഗോ ഒക്കെ മാറ്റി വെച്ച് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ തീർന്നു, നിങ്ങളെല്ലാം ആൻസറും ഒക്കെ ഓൾറെഡി ഇതിൽ നിന്ന് തന്നെ കിട്ടി എന്നുള്ള അവസ്ഥയാണ്? ഈഗോ മാറ്റി വെക്കുക സാർ പറഞ്ഞത് ശരിയാണ്, പക്ഷെ നമുക്കിതെങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നേടിയെടുക്കുക? റെഡി? പറഞ്ഞോളൂ, എന്താണ് കംപ്ലീറ്റ് ആയിട്ട് നേടിയെടുക്കുക? അതാണ് ചോദ്യം. പേരെന്തായിരുന്നു? അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാവോ? ഹലോ, ചോദ്യം ചോദിച്ചിട്ടുള്ള ആള്. ഓക്കെ ഓക്കെ, ആയിഷ മാം ചോദിച്ചോളൂ. അതായത് ഈഗോ ഒക്കെ മാറ്റി വയ്ക്കാം, എങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് നേടിയെടുക്കുക? ബൈ പ്രാക്ടീസ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അഡ്വാൻസ് പ്രോഗ്രാം ചെയ്യാം. ഓൾറെഡി ബേസിക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എവറിഡേ ഇത് പ്രാക്ടീസ് ചെയ്യാം. അതിനായിട്ട് കുറച്ച് പ്രാക്ടീസുകളുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം ചെയ്താൽ തന്നെ ഒരു 3-4 ദിവസത്തിന് ഭയങ്കര എഫക്റ്റാണ്. നോർമലി EFT നമ്മൾ ചെയ്യുമ്പോൾ 6 ദിവസം ചെയ്യുമ്പോൾ 6 ദിവസത്തേക്കല്ലേ, ബട്ട് ദിസ് ഇസ് ലൈക്ക് സോ പവർഫുൾ. ഓക്കെ,
എവറി ഡേ ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. നെക്സ്റ്റ് ആയിഷ ചോദിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്തോളൂ. ചോദിച്ചോളൂ. എനി ക്വസ്റ്റ്യൻസ്? ഓക്കെ, ആർക്കും ക്വസ്റ്റ്യൻ ഇല്ല. എല്ലാവരും ഓൾറെഡി വളരെ ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്ന് തോന്നുന്നു. എത്തിയെങ്കിൽ ചോദിച്ചോളൂ. രശ്മി ചോദിച്ചോളൂ. സർ, എല്ലാ കാര്യങ്ങളും ഇമോഷണൽ ആയിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അത് നിർത്തണം അല്ലേ? അതാണ്. രശ്മി നമ്മുടെ EFT ചെയ്തിട്ടുണ്ടോ? ബേസിക് ചെയ്തിട്ടില്ല. ഇമ്മീഡിയറ്റ്ലി ചെയ്യുക. ഈ മാസം വരുന്നുണ്ട്. പറഞ്ഞു, മാഡം പറഞ്ഞായിരുന്നു. സോ ഇമോഷണൽ ആയിട്ട് നമ്മൾ എടുക്കുന്നതേ നമ്മൾക്ക് 2-3 സിറ്റുവേഷൻസ് ഉണ്ട്. ഞാനതിന് കാരണങ്ങൾ പറഞ്ഞു. ഒന്ന്, നമ്മൾ ഇമോഷൻസ്, നമുക്ക് കുറേ ട്രോമാസ് ഉണ്ടായിട്ടുണ്ട് ചെറുപ്പകാലത്ത്. ഓക്കെ, ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുള്ള ട്രോമാസ് ഒരു സൈഡിൽ, രണ്ടാമത്തത് കണ്ടീഷനിങ് എന്ന് പറയുന്ന കാരണം. ട്രോമാസ് ഉണ്ടായിട്ടുള്ളത് വേദനാജനകമായ അനുഭവങ്ങളുണ്ടായി. ഈ അനുഭവങ്ങളോട് നമ്മൾ പ്രതികരിച്ച രീതി, കാരണം നമ്മൾ പ്രതികരണം കണ്ടതും കേട്ടതും നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് അവർ പ്രതികരിച്ച രീതികൾ, നമ്മളോട് പ്രതികരിച്ച രീതി, നമ്മുടെ സഹോദരങ്ങൾ അവർ നമ്മളോട് പ്രതികരിച്ച രീതി, ഇതൊക്കെയാണ് നമ്മൾ കണ്ടു വളരുന്നത് അല്ലെ, നമ്മുടെ ചുറ്റുപാടുകളുള്ളത്. സോ അങ്ങനെ പ്രതികരിച്ച രീതികളിൽ നിന്ന് നമുക്കൊരു 4 ടൈപ്പ് പ്രതികരണ രീതിയുണ്ട്. ഒന്ന് ഫൈറ്റ്, മറ്റൊന്ന് ഫ്ലൈറ്റ്, മറ്റൊന്ന് ഫോണ്, മറ്റൊന്ന് ഫ്രീസ്. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ഒരു വിഷമകരമായ സംഭവം ഉണ്ടാകുന്ന സമയത്ത് കരഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോവുക, അമ്മയുടെ അടുത്ത് പോവുക, അത് അവിടെ ഫേസ് ചെയ്യാൻ തയ്യാറല്ല. രണ്ടാമത്തെ കുട്ടി എന്ന് പറയുന്നത് അവിടെ നിന്നിട്ട് ഫേസ് ചെയ്യുന്നു, പക്ഷെ ഫൈറ്റ് ചെയ്യും, ശാന്തമായിട്ടല്ല, ഫൈറ്റ് ചെയ്യും, ഭയങ്കരമായിട്ട് ഒച്ചയും ബഹളം വെച്ചിട്ട് ശാന്തമായിട്ട്. മൂന്നാമത്തെ കുട്ടി അവിടെ നിന്ന നിപ്പിൽ ഷോക്കായിട്ട് കരഞ്ഞു പോകുന്നു. ഓക്കെ, ഫ്രീസ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ തളർന്നു പോകുന്നു, പേടിച്ചു പോകുന്നു. അടുത്തത് ഫോൺ എന്ന് പറയും. അതായത് ആ കുട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പ്രശ്നം വരുന്നു, ആ സമയത്ത് എന്ന് വെച്ചാൽ അതിനെ മറികടക്കാനാണ് കുട്ടി ശ്രമിക്കുകയാണ്. കുട്ടികളിങ്ങനെ ചിരിച്ച് കാണിച്ച്, നമ്മൾ ചൂടാകുമ്പോൾ പോലും ചിരിച്ച് കാണിക്കുന്ന സംഭവമാണ് പീപ്പിൾ പ്ലീസിങ്. ഒരാൾക്കുള്ളത് പീപ്പിൾ പ്ലീസിങ് ആണ്, ഒരാൾക്കുള്ളത് ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് ഫ്രീസായി പോവുക, തളർന്നു പോവുക. വേറൊരാളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുക, വഴക്ക് കൂടുക, തിരിച്ചങ്ങോട്ട് ഇടിക്കുക. ചില കുട്ടികൾ കണ്ടിട്ടില്ല, നമ്മൾ എന്തെങ്കിലും ചൂടായി കഴിഞ്ഞാൽ അവരെ ഒന്ന് പേടിപ്പിക്കുക, അവരെ ഞെട്ടിപ്പിക്കുക ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് എന്ത് ചെയ്യും, നന്നായിട്ട് കടിക്കുക, ഇടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. ചില കുട്ടികൾ അവിടെ നിന്ന് ഓടിയിട്ട് അമ്മയുടെ അടുത്തേക്ക് പോകുക, അല്ലെങ്കിൽ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് ഓടിപ്പോകും, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഓടിപ്പോയിട്ട് എന്ത് ചെയ്യും, അവിടെ ഇങ്ങനെ നിൽക്കും. മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ ഇത് 4 രീതിയിലാണ്. ഈ കുട്ടി വളർന്നു വലുതാകുമ്പോൾ ഈ കുട്ടിയുടെ സ്വഭാവത്തിൽ ഇതുണ്ടാവും. ഇത് പ്രാക്ടീസ് ചെയ്ത് കണ്ടീഷനിങ് ആവും ഈ മെത്തേഡിൽ ഏതെങ്കിലും. അപ്പോൾ ഈ ഒളിച്ചോടുന്ന സ്വഭാവമുള്ള കുട്ടികൾ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, ചില കുട്ടികൾ കണ്ടില്ല, എല്ലാം ഒളിച്ചോടിയിട്ട് ഇങ്ങനെ ഒരു മൂലക്കിൽ പോയിരിക്കുക, ആരോടും മിണ്ടാതെ. അതാണ് ഫ്ലൈറ്റ് മോഡ്. ഭക്ഷണമൊന്നും കഴിക്കില്ല, പിന്നെ വാശിയാണ്, ദേഷ്യമാണ്, ഇങ്ങനെ നിൽക്കും. അങ്ങനെ നിൽക്കുന്നവരുണ്ടാവും. അവർ തിരിച്ചു വരാൻ പ്രയാസമായിരിക്കും. ഈ കുട്ടി വളർന്നു വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മാരേജിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക, ഒന്നും മിണ്ടാണ്ടിരിക്കുക, ആരോടൊന്നും മിണ്ടാണ്ടിരിക്കുക, സംസാരിക്കാതിരിക്കുക, ഇങ്ങനത്തെ ഒരു ക്യാരക്ടറായിരിക്കും. വഴക്കുണ്ടായി കഴിഞ്ഞാൽ സംസാരത്തിനൊന്നുമില്ല. എന്നാൽ ചിലതുണ്ടാവും എന്ന് വെച്ചാൽ വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഒടുക്കത്തെ വഴക്കായിരിക്കും. ലൈക്ക് നന്നായിട്ട് വഴക്ക് കൂടുന്നു മാത്രം കഴിഞ്ഞാൽ വഴക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. ആൾ ചിലപ്പോൾ സാധനങ്ങൾ എടുത്ത് വലിച്ചെറിയും, ഡോർ എടുത്ത് വലിച്ചടയ്ക്കും, അങ്ങനെ പല പ്രശ്നങ്ങൾ, സ്വയം വേദനിപ്പിക്കും, അങ്ങനെ പല സംഗതികളുണ്ടാവും. ഭയങ്കര ദേഷ്യമായിരിക്കും, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന സ്വഭാവം വരെ ചിലപ്പോൾ ഉണ്ടാവും, നന്നായിട്ട് ഷൗട്ട് ചെയ്യും. എന്നാൽ വേറൊരാളെന്ന് വെച്ചാൽ പങ്കാളിയായിട്ട് വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഇയാളങ്ങ് തളർന്നു പോകും. ഇയാളങ്ങ് തളർന്നിട്ട് കരച്ചിലും വിഷമവും സങ്കടവും ബുദ്ധിമുട്ടും. അടുത്ത ആളെന്ന് വെച്ചാൽ സോറി പറഞ്ഞ് പുറകെ നടന്നുകൊണ്ടേയിരിക്കും. സോറി പറയാൻ അയാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അയാൾ പേടിയാണ്. അയാൾ വഴക്കുണ്ടാകാതെ നോക്കാൻ വേണ്ടിയിട്ട് അയാൾ ഭയങ്കരമായിട്ട് സ്വയം മറന്ന് മറ്റേയാളെ കെയർ ചെയ്തുകൊണ്ടേയിരിക്കും, ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇത് 4 ശരിയല്ല. ഇതിലേതാണ് നിങ്ങൾ? ഫൈറ്റ്, ഫ്ലൈറ്റ്,
ഫ്രീസ്, ഫോൺ. ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ മിക്സ് നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒന്നുണ്ടാവും. ഏതാ? ഫൈറ്റ് ആണെന്ന് തോന്നുന്നു. ഫൈറ്റാണ്. കുറേ ആൾക്കാർ ഫൈറ്റിലുണ്ടാവും. അപ്പം ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിപ്പോൾ കണ്ടീഷനിങ് ആയിട്ടുണ്ട്. ഇങ്ങനെ കുറേ ചെയ്ത് കണ്ടീഷനിങ് ആയിട്ടുണ്ട്. ഐ മീൻ അതൊരു സ്വഭാവമായി മാറി, ഒരു ശീലമായി മാറി. അപ്പോൾ നമുക്ക് എന്താ വേണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രോമ ഇതിൻ്റെ റൂട്ട് കോസ് കിടക്കുന്ന ചെറുപ്പത്തിൽ ഇതേപോലെ ഉണ്ട്. ഇത് ഈ ശീലം തുടങ്ങി വന്ന തുടക്കത്തിലുള്ള കുറേ അനുഭവങ്ങൾ. ഒരു 7 വയസ്സിന് താഴെയുള്ള ഒരു പ്രായം, 15 വയസ്സിനും താഴെയും 7 വയസ്സിന് താഴെയും. അപ്പോൾ അത് 7 മുതൽ 15 വയസ്സ് വരെയുള്ളത് ഫാദറിൽ നിന്ന് കിട്ടുന്നതെന്ന് പറയും. 7 വയസ്സ് വരെയുള്ളത് അമ്മയിൽ നിന്ന് കിട്ടുന്നതാണ് അധികം. പിന്നെ 9 മാസം ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് 2 പേരുടേത് മിക്സ് ആയിട്ടുള്ളത് കിട്ടും. അങ്ങനെ ഈ കിട്ടുന്ന സംഗതികളിൽ നിന്ന് ഒക്കെ അപ്പം ആ കാലഘട്ടത്തിൽ സംഭവിച്ച ഇൻസിഡൻ്റ് ആണ് ഈ ശീലത്തിൻ്റെ വേരെന്ന് പറയുന്നത്. ഇതൊക്കെ തുടങ്ങിയത് അവിടെ നിന്നാണ്. അപ്പം അത് വേരിലുള്ള പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ശീലത്തിന് പിന്നെ അടിത്തറ ഉണ്ടാവില്ല. കാരണം ആ ബിലീഫ് പൊട്ടിപ്പോകും. അവിടെ നിന്നാണ് ഈ ബിലീഫ് ഫോം ചെയ്യുന്നത്. നമുക്കൊരു ബിലീഫുണ്ട്, ഞാൻ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള അൺകോൺഷ്യസ് ബിലീഫുണ്ട്. ബോധത്തോടു കൂടിയുള്ള ബിലീഫല്ല, ബോധമില്ലാതെ നമ്മളിൽ ശീലമായ ഞാൻ ഇങ്ങനെയാണ്. അത് നമ്മുടെ ബോഡി ഡെവലപ്പ് ചെയ്യുന്നൊരു മെക്കാനിസമാണ്, കോപ്പിംഗ് മെക്കാനിസമാണ്, പ്രതികരണ രീതിയാണ്, ഒരു സർവൈവൽ മെക്കാനിസമാണ്. നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തൊരു സാധനമാണ് ഫൈറ്റ് ചെയ്യാന്നുള്ളത്. അല്ലെങ്കിൽ ഫ്ലൈറ്റ്, അതല്ലെങ്കിൽ ഫ്രീസ്, അതല്ലെങ്കിൽ പിടിച്ചു നിൽക്കണം. ആ സമയത്ത് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ്. ഓക്കെ. അപ്പം പക്ഷേ ഇതിൻ്റെ ശീലം തുടങ്ങിയത് ഈ റൂട്ടിലുള്ള ഈ ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അവിടെ നിന്നാണല്ലോ തുടക്കം. അവിടെ നിന്നാണ് ഇത് ഒരു 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 റൂട്ടായി സെറ്റായ ഒരു ബിലീഫായി, നമ്മളുടെ ഒരു രീതിയായി അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് അവിടെയാണ്. അപ്പോൾ ആ കാരണങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബിലീഫിന് അവിടെ സ്ഥാനമില്ല, അതവിടെ ബ്രേക്ക് ആവും. പിന്നെ അതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യൂല, പ്രതികരിക്കും. അത് കൊളാപ്സ് ചെയ്യും, ആ ബിലീഫ് കൊളാപ്സ് ചെയ്യും. അപ്പോൾ നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം രശ്മിക്ക് ഇത് ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പാൻഷൻ എന്തായാലും ജോയിൻ ചെയ്യാൻ, ലേൺ ദോസ് തിങ്സ്. ആൻഡ് ഡെഫിനറ്റ്ലി എപ്പോൾ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് പോയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ സ്വഭാവവും 15 വയസ്സിനുള്ളിൽ നമ്മൾ എന്തനുഭവിച്ചു അതിൽ നിന്നുണ്ടായത്, 15 വയസ്സിനുള്ളിൽ എന്തനുഭവിച്ചു അതിൽ നിന്നുണ്ടായതാണ് നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ സ്വഭാവ ദൂഷ്യങ്ങളും കാര്യങ്ങളും. അപ്പം അതിൻ്റെ വേര് കിടക്കുന്നവിടെ. വേര് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മരം വീഴൂലേ? 15 വയസ്സിലാണ് എൻ്റെ വിവാഹം. SLC കഴിഞ്ഞത്, എൻ്റെ വിവാഹം കഴിഞ്ഞു. പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് മരിച്ചു. 24 വർഷമായി ഹസ്ബൻഡ് മരിച്ചിട്ട്. പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ട് ഉള്ള വീട്ടിൽ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ. പിന്നെ അമ്മയാണുള്ളത്, അച്ഛനും ഇല്ല, അച്ഛൻ നേരത്തെ മരിച്ചു. അപ്പൊ ആരും അങ്ങനെ വീട്ടിലില്ലല്ലോ. പിന്നെ ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും സ്വന്തം ആ പ്രായത്തിൽ തന്നെ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വന്നു. കുട്ടികൾ 2 പേര് പിള്ളേരുണ്ട്. ഒരു കുട്ടി ഗർഭിണിയായിരുന്നു, അപ്പോഴാണ് ഹസ്ബൻഡ് മരിച്ചത്. അപ്പോ അന്ന് മുതല് എന്താന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെയ്തു. പിന്നെ ശരിക്കും നിയന്ത്രിക്കാനും വേറെ ആളില്ല. അതായത് അമ്മയല്ലേ ഉള്ളൂ കൂടെ. അപ്പൊ എന്താന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ. ചിലപ്പോ നടക്കാതെ വരുമ്പോ അല്ലെങ്കിൽ ഭയങ്കര ഫ്രസ്ട്രേഷൻ, കാര്യങ്ങൾ വേറെ ആളോട് പറയാനും ഇല്ല, അങ്ങനെയുള്ളൊക്കെ ഒരു. അണ്ടർസ്റ്റുഡ്. അതായത് ഈ ഒരു ഒന്ന്, നിങ്ങളെന്ന് പറയുന്ന ഒരാൾക്ക് കിട്ടേണ്ട കുറേ നീഡ്സ് ഉണ്ട്, ഹ്യൂമൻ നീഡ്സ് എന്ന് പറയുന്ന സംഗതി. പിന്നെ എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു സർ. പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം ഭയങ്കര, അത് മരണം വരെ കൂടെ ഉണ്ടാവും. കാരണം നല്ല മാർക്കോടെ വന്നു ഞാൻ SLC ഒക്കെ പാസ്സായത്, ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായിരുന്നു. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ പിന്നെ പഠിക്കാൻ പോയില്ല, ആ ഒരു സങ്കടം എന്നും ഉള്ളിലുള്ളതാണ്. പിന്നെയാണ് +2 ഡിഗ്രി ഒക്കെ എഴുതിയെടുത്തതും പഠിച്ചതൊക്കെ പിന്നെയാണ്. പക്ഷെ ആ ഒരു നമ്മുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇന്ന കോഴ്സിന് ചേരണം അല്ലെങ്കിൽ ഇന്നതാവണം എന്നുള്ളൊക്കെ ഒരു ചിന്തയൊക്കെ അന്നുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ബുദ്ധിമുട്ടുകളും ഒക്കെ, അതിനോടൊന്നും ഒരിക്കലും നമുക്ക് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ഇതെന്നുണ്ട്, മായാത്തൊരു സങ്കടം. അങ്ങനെ അത് ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ വിഷമിക്കേ വേണ്ട.
നിങ്ങൾ വിഷമിക്കേണ്ട. ബിക്കോസ് പോസിബിൾ ആണ്, ഇതെല്ലാം ചേഞ്ചസ് കൊണ്ടുവരാൻ പോസിബിൾ ആണ്. കാരണം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ ഒരു ഇഷ്യൂ നമുക്ക് എന്ത് ചെയ്യാം, 100% ക്ലിയർ ചെയ്യാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വല്ലാത്തൊരു പുതിയ ഒരു പുനർജന്മം, നിങ്ങൾക്കൊരു പുനർജന്മം ആവശ്യമുണ്ട്. യു നീഡഡ് ഇറ്റ്. ഓക്കെ. അപ്പോൾ അത് രശ്മി മാം ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. നിങ്ങൾ ഭയങ്കര ഒരു ഫൈറ്ററാണ്. ആ ഫൈറ്റർ ആവേണ്ടി വന്നതാണ് നിങ്ങൾ. ബിക്കോസ് നിങ്ങൾ എന്തുകൊണ്ട് ഫൈറ്ററായി ഞാൻ പറഞ്ഞുതരാം. 15-ാമത്തെ വയസ്സിൽ അത്രയും വളരെ നേരത്തെ കാലത്ത് വിവാഹം കഴിയുകയും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായില്ല. ഇതിപ്പോൾ 15-ാമത്തെ വയസ്സിലാണ് 80% കാരണങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ അപ്പോൾ അതിനുശേഷമുള്ള പല ഇൻസിഡൻസും ഉണ്ടാകും. അപ്പം നിങ്ങൾ റൈറ്റ് സപ്പോർട്ടിന് നിങ്ങൾക്ക് ആരും ഉണ്ടായിരുന്നില്ല. ആകെയുള്ളത് അമ്മയാണ്. അപ്പോൾ ആ റൈറ്റ് സപ്പോർട്ടിനല്ലാതെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചുമലിലേക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. സോ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ഡെവലപ്പ് ആവുന്ന സാധനമാണ് ഫൈറ്റർ എന്നുള്ള മോഡ്. രണ്ടാമത്തത് ഹൈപ്പർ ഇൻഡിപെൻഡൻസ്. ആരെയും വിശ്വാസം ഉണ്ടാവില്ല. വിശ്വാസം ഉണ്ടാവില്ല. സോ ഹൈപ്പർ ഇൻഡിപെൻഡൻസ് പറയുന്ന സാധനം ഡെവലപ്പ് ആവും. ട്രസ്റ്റ് ഇഷ്യൂ ഡെവലപ്പ് ആവും. ഹൈപ്പർ ഇൻഡിപെൻഡൻസ് ഡെവലപ്പ് ആവും. ഇത് എല്ലാ കാര്യങ്ങളും ഹൈപ്പർ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം. ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാം, ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പോൾ മറ്റു പലരിൽ വിശ്വാസം കുറവും ഉണ്ടാവും. സോ സ്വാഭാവികമായിട്ടും അത് ആ ഒരു സംഗതി ഡെവലപ്പ് ആയതോടുകൂടി ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അടുത്ത തീരുമാനത്തിലേക്കും കൂടെ പോയി വേറൊരു മാരേജോ വേറൊരു സംഗതി ഒന്നും നിങ്ങൾ ആലോചിച്ചില്ല. യു നെവർ തോട്ട് അബൌട്ട് ഇറ്റ്. സോ നമുക്ക് എന്താ പറയുക, നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പോസിബിൾ ആണ്. അത് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, അതിൽ നിന്നുണ്ടായിട്ടുള്ള എല്ലാ പെയിനും നമ്മൾ എന്ത് ചെയ്യണം, ഹീൽ ചെയ്യണം. ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം. അത് നമുക്ക് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം. വറീഡ് ആവണ്ട. ബാച്ചിലേക്ക് വരും, കോഴ്സിലേക്ക് വരും. ജോലി എന്താ ചെയ്യുന്നത്? ഗവൺമെന്റ് സർവീസിലാണ്, നേഴ്സാണ്. ഗവൺമെന്റ് സർവീസിലാണ്. സോ യു ഹാവ് മണി ഓഫ് യു. സോ ബ്രിങ് ബാക്ക് യു. ഓക്കെ. സോ പ്ലീസ് ഡു ദാറ്റ്. ഇവിടെ കുറേ ആൾക്കാർ പണം ഇല്ലാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ട് നിൽക്കുന്നുണ്ട്. യു ഹാവ് മണി, ഇമ്മീഡിയറ്റ്ലി ബുക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക, അടുത്ത കോഴ്സിലേക്ക് എന്തായാലും വരിക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ക്യാൻ ബി ഫ്രീ ഫ്രം ഓൾ ഓഫ് ദാറ്റ് തിങ്സ്. ഞാനൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം എൻ്റെ വെറുതെ ഇരിക്കുന്ന ടൈം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഹൊറിബിൾ ആണ് സർ. അപ്പൊ അത് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് ഏറ്റെടുത്തത്. കാരണം എനിക്ക് ഒട്ടും ടൈമിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ ബിസിനസ് ഏറ്റെടുത്തത്. പക്ഷെ ബിസിനസ് കുഴപ്പമില്ല, നന്നായിട്ട് മുന്നോട്ട് പോകണം. പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യണത്. പക്ഷെ എന്താന്ന് വെച്ചാൽ അവിടെയും പ്രശ്നങ്ങളുണ്ട്. എനിക്ക് തന്നെ തോന്നുന്നത്, ഞാൻ പറഞ്ഞില്ലേ, പല കാര്യങ്ങളും ഞാൻ ഇമോഷണൽ ആയിട്ടാണ് എടുക്കണത്. അപ്പൊ അത് കാരണം എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇന്നിപ്പോ അത് സംസാരിക്കാന്ന് വെച്ചത്. ഞാൻ പറയുന്ന ഹൈപ്പർ ഇൻഡിപെൻഡൻസ് പോലെ സാധനമാണ് വർക്കാഹോളിക് ആവുക എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ ആരുമില്ല, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ബാക്കിയുള്ള നോർമലി ഉള്ള ആൾക്കാർ ചെയ്യുന്നത് പോലുള്ള പല സംഗതികളും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ അറിയില്ല, എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. കാരണം അങ്ങനത്തെ ഒരു ആളോ മൊമെന്റ്സോ സംഗതികളോ നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ലൈഫിൽ. അത് വന്ന് പിന്നെ പെട്ടെന്ന് തന്നെ അത് സംഭവിച്ചതോട് കൂടിയിട്ട് നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ അതിലൊരു കോപ്പിംഗ് മെക്കാനിസം കണ്ടെത്തി. ആ കോപ്പി നിങ്ങൾ വെറുതെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്താ വെച്ചാൽ അങ്ങനെ കമ്പാനിയൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ മൊമെന്റ്സുകൾ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ, മൊമെന്റ്സുകൾ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് ആൾക്കാർ വേണം. അപ്പോൾ അത് റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരില്ലാത്തത് കൊണ്ട് അത് ബാലൻസ് ചെയ്യാനും കഴിഞ്ഞില്ല. സ്വാഭാവികമായിട്ടും നിങ്ങൾ എൻഗേജ്ഡ് ആയി തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ഒളിച്ചോട്ടം കൂടിയാണ്. ഫൈറ്റ് മോഡ് പോലെ തന്നെ ഫ്ലൈറ്റ് മോഡ് നിങ്ങൾക്ക് ഉണ്ട് ചെറുതായിട്ട്. ആ ഫ്ലൈറ്റ് മോഡാണ് വർക്കിലേക്ക് ഒളിച്ചുവിടുക. പല ആൾക്കാരും അങ്ങനെയുണ്ട്. ഇപ്പം പാർട്ണർമാരുണ്ടായിട്ട് പോലും വർക്കിലേക്ക് ഒളിച്ചുവിടുന്നവരുണ്ട്. എന്താ കാര്യം, ഈ വർക്ക് എന്ന് പറയുന്നത് വെറുതെ ഇരിക്കാൻ കഴിയില്ല. വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ സംതിങ് ഈസ് റോങ്. മനസ്സിലാട്ടോ? എല്ലായ്പ്പോഴും നമുക്ക് ഹാപ്പി, വർക്ക് ചെയ്യുമ്പോഴും ഹാപ്പി ആവുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഹാപ്പി ആവണം. ചില ആൾക്കാർ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് വെച്ചാൽ, ഞാൻ വെറുതെ ഇരിക്കില്ല, എനിക്ക് വെറുതെ ഇരിക്കാതിരിക്കുന്നതാണ് നല്ലത്. നോ, അത് ആൽക്കഹോളിക് ആവുന്നത് പോലെ അഡിക്ഷൻ ഉള്ള സാധനമാണ് വർക്കാഹോളിക് എന്ന് പറയുന്നത്. എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒളിച്ചോട്ടമാണ്. സ്വന്തത്തോടു കൂടെ അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ മറ്റുള്ള ഒരാളുടെ കൂടെ അല്ല ഇരിക്കുന്നത്, നമ്മുടെ കൂടെയാണ് ഇരിക്കുന്നത്. നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ്? നമുക്ക് നമ്മളെ ഇഷ്ടമില്ല, നമ്മുടെ കമ്പനിയെ നമുക്ക് ഇഷ്ടമില്ല. നമുക്ക് നമ്മളെ ഇഷ്ടമില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇഷ്ടമുണ്ടാവില്ല. ഉള്ളിൽ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഉള്ളിൽ നമുക്ക് എന്താണ് ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ ചെറുതായിട്ട് നമുക്ക് നമ്മളോട് ഒരു സങ്കടമോ വിഷമമോ വെറുപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും.
നമ്മുടെ അവസ്ഥകളോടുള്ള കുറേ ഇമോഷൻസ്, അത്തരത്തിലുള്ള സംഗതികളായിരിക്കും നമ്മുടെ ഉള്ളിലുണ്ടാവുക. നമുക്കുള്ളതല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ പുറത്തേക്ക്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ എല്ലാത്തിനോടും ഇമോഷണലാണ് ഇടപെടുക എന്ന് പറഞ്ഞില്ലേ? ആ ഇമോഷണലി ഇടപെടുന്നതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? സോ അതിന് കാരണം നിങ്ങളുടെ ഉള്ളിലുള്ളതാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. നിങ്ങളതാണ് കൊടുക്കുന്നത്, അതേ കൊടുക്കാൻ കഴിയൂ. അപ്പോൾ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹം വേണം, അത് നമുക്ക് നിറക്കണം. അതിന് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? അവിടെ നിന്ന് കാലിയാക്കണം, അവിടെ നിന്ന് തുടച്ച് ക്ലിയർ ആക്കണം. അതിന് നമുക്ക് വേര് പിടിച്ചളക്കണം. വേര് പിടിച്ചിളക്കി ബിലീഫുകളൊക്കെ എടുത്ത് കളഞ്ഞ് എന്നിട്ട് നമ്മുടെ അവിടെ ഒരു കാലിയാക്കിയിട്ട്, ഹൃദയം കാലിയാക്കി, ഹൃദയത്തിൽ ഇപ്പോൾ ഒരുപാട് വേദനകളുണ്ട്, സങ്കടങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം വിൽ പുട്ട് ലവ്, ജോയ്, ഹാപ്പിനെസ്, കൈൻഡ്നെസ്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ദയ, സ്നേഹം, അനുകമ്പ, എംപതി, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് നിറക്കണം. അത് നിറച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് എടുത്ത് കൊടുക്കുക. മനസ്സിലായോ? യു അണ്ടർസ്റ്റുഡ്? അപ്പോൾ നമുക്കത് അതിന് കൊടുക്കണം. അപ്പോൾ അതിനൊരു പ്രോസസ്സ് ഉണ്ട്. യു നീഡ് തെറപ്പി. അതിന് അതിൻ്റെതായിട്ടുള്ള തെറാപ്പിയിലൂടെ കടന്നു പോകണം. ആ തെറാപ്പിയിലൂടെ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ വി ക്യാൻ ഡു ഇറ്റ്. ഡോണ്ട് വറി. ഓക്കെ, ദർ ഇസ് എ മെത്തേഡ് ഫോർ ദ ടീം. ഗെറ്റ് ദ ഹെൽപ്പ് ഇമ്മീഡിയറ്റ്ലി. കോഴ്സിലേക്ക് ജോയിൻ ചെയ്യും. ഇനി വൈകിക്കും, ഇനി ആലോചിക്കരുത്. അത് നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഐ എം റിയലി ഡോണ്ട് വറി. ബിക്കോസ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, രശ്മി, യു ഓപ്പൺഡ് അപ്പ്. നിങ്ങളത് ഇവിടെ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. പല ആൾക്കാരും they don't open up, right? അപ്പോൾ യു ഓപ്പൺഡ് അപ്പ്, വിച്ച് ഇസ് എ വെരി കറേജിയസ് തിങ് ടു ഡു. ഭയങ്കരമായിട്ടുള്ള ഒരു കറേജിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നമ്മളുടെ ഇൻസെക്യൂരിറ്റി മാറ്റി വെച്ചിട്ട് നമ്മൾ വീക്കാണ് എന്ന് നമ്മൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്, നമ്മുടെ ഈഗോ മാറ്റി വെച്ച് നമ്മളെല്ലാം ഓപ്പൺ അപ്പ് ആയിട്ട് വോണറബിൾ ആവുക എന്ന് പറയും. ഇറ്റ്സ് നോട്ട് യു ആർ ബീയിങ് വീക്ക്, ഇറ്റ്സ് ബീയിങ് വോണറബിൾ. വോണറബിൾ ആവുക എന്ന് പറയുന്നത് ഓപ്പൺ അപ്പ് ആവുക. സോ യു ഓപ്പൺഡ് അപ്പ്, വിച്ച് ഇസ് കോൾഡ് ബീയിങ് ഒത്തൻറ്റിക്. ഐ മീൻ സത്യസന്ധരാവും, മറയില്ലാതെ സംസാരിക്കും. നിങ്ങളത് ചെയ്ത് കഴിഞ്ഞു. സോ യു ബിക്കെയിം ഒത്തൻറ്റിക്, ആൻഡ് ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഹീലിംഗ്. And you took that. You already started healing. So you're on the right track. So ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. എപ്പോഴും നിങ്ങൾ നിങ്ങളോടൊന്ന് കുറച്ച് മയത്തിൽ പെരുമാറും. ഓക്കെ, നിങ്ങളോട് കുറച്ച് ഇറ്റ്സ് ഓക്കെ എന്ന് പറയും കേട്ടോ. ഇറ്റ്സ് ഓക്കെ, സാരമില്ല, എല്ലാം ഞാൻ റെഡിയാക്കി എടുക്കും. ഐ ഓൺ ദ റൈറ്റ് ട്രാക്ക്, ഐ എം വിത്ത് യു. അത് പറ. ഞാൻ നിന്റെ കൂടെയുണ്ട്. രശ്മി എന്ന് വിളിച്ചിട്ട് പേര് വിളിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ രശ്മിക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കുക, രശ്മി. എന്നിട്ട് പറയാം, ഐ എം വിത്ത് യു. പറയാം, ഞാൻ നിന്റെ കൂടെയുണ്ട്, വറിയിടാവണ്ടടാ, നമുക്കെല്ലാം റെഡിയാക്കി എടുക്കും. നമ്മളൊരു കറക്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, താങ്ക് യു രശ്മി. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് യുവർ സ്റ്റോറി. ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ മെനി പീപ്പിൾ. ആക്ച്വലി ഈ ഒരു സ്റ്റോറി, രശ്മിയുടെ ഈ സ്റ്റോറി ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മിസ്സാണോ? ശരിയാണോ? പല ആൾക്കാരും ഉള്ളവരൊന്ന് കമന്റ് ചെയ്ത്, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്ത്, വിഷ് കമന്റ് ഡൗൺ. Okay, so there are a lot of people who are going through this. Okay, so similarly, anyone else have any questions? Where any questions undo? Yes, very good, thank you. ചോദിച്ചോളൂ. സാർ പറഞ്ഞില്ലേ അഡ്വാൻസ്ഡ് പ്രോഗ്രാം ചെയ്താൽ നമുക്ക് ഇത് ചെയ്യാം. പക്ഷേ അഡ്വാൻസ്ഡ് പ്രോഗ്രാം വരുന്നത് ഏപ്രിൽ മാസത്തിലല്ലേ? നമുക്ക് ഈ റംസാൻ എങ്ങനെ പൂർണ്ണമായും നേടിയെടുക്കാനുള്ള ഒരു ട്രിക്ക് പറഞ്ഞുതരൂ സാർ? ഇതാരാ ചോദിക്കുന്ന? പേരെന്താ? സാജിദ മാം നമ്മുടെ പ്രോഗ്രാം ചെയ്ത ആളാണ്. ഞാൻ EFT കഴിഞ്ഞ ആളാണ്. അപ്പൊ EFT നിലവിലുള്ള EFT പ്രാക്ടീസ് ചെയ്യുക. ഒന്ന് പ്രധാനമായിട്ടും എന്താ വെച്ചാൽ, നമ്മൾ അഡ്വാൻസ് പ്രോഗ്രാം തീർച്ചയായിട്ടും ആ സമയത്തേ ഉള്ളൂ. കാരണം ഇപ്പൊ റംസാൻ മാസം നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു കാര്യമുള്ളത് എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റംസാൻ മാസത്തിൽ മാക്സിമം നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് സമർപ്പണ മനോഭാവം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്താ, നമ്മുടെ ഈഗോ മാറ്റി വയ്ക്കുക. അത് സാർ പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ ഞാൻ ഇന്നലെ നമുക്ക് തറാവി നിസ്കാരം ഉണ്ടായിരുന്നു. അപ്പൊ സാധാരണ ഈ ഒരു ചൂട് സമയം ഭയങ്കരാണ്, നമുക്ക് ആ ഒരു ചിന്ത ഉണ്ടാവും. പക്ഷെ ഇന്നലെ എനിക്ക് ആ തോന്നിയില്ല. ഞാൻ അത് ഒരു EFT കഴിഞ്ഞ ആളായതുകൊണ്ട് ഞാൻ അത് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആ ഒരു മൈൻഡിലാണ് എടുത്തത്. അതുകൊണ്ട് എനിക്ക് അതൊരു ബുദ്ധിമുട്ടായേ തോന്നിയില്ല. കഴിയുന്നത്ര ചെയ്യാം. പക്ഷെ ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്ക് അതിൻ്റെതായ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് മാത്രമല്ല, ഒരു തൃപ്തിയാണ് അനുഭവപ്പെട്ടത്. ഇപ്പൊ കുറച്ചുകൂടെ നമുക്ക് ഈ റംസാൻ പൂർണ്ണമായും
ചെയ്യാനൊരു ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ചെറിയ എന്തെങ്കിലും ട്രിക്കാണ് ഞാൻ ചോദിച്ചത്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ മനോഭാവം മാറ്റുക എന്നുള്ളതാണ്. മനോഭാവം നിങ്ങൾ ചെയ്ത കാര്യം തന്നെ ത്രൂ ഔട്ട് എല്ലാ കാര്യത്തിലും അത് കൊണ്ടുവരിക, ഒരു ഇഷ്ടവും കൂടെ കൊണ്ടുവരിക, എല്ലാത്തിനോടും ഒരു മൊഹബത്ത്, ഒരു പ്രണയം അതിലേക്ക് കൊണ്ടുവരിക, ഒരു ഇഷ്ടം കൊണ്ടുവരിക. അത് നമ്മൾ നോർമലി കാണുന്ന ഇഷ്ടമല്ല, ഒരു അൺകണ്ടീഷണൽ ലവ്. ഒരു കണ്ടീഷൻസും അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കണ്ടീഷൻസ് വെക്കാത്ത ലവ്. അപ്പൊ കണ്ടീഷൻസ് വേണ്ട. ചൂടാണ്, അപ്പൊ എന്താ നമ്മുടെ ഉള്ളിലെ കണ്ടീഷൻ? ചൂടുണ്ടാകാൻ പാടില്ല. ആ കണ്ടീഷൻ അങ്ങ് എടുത്ത് ഒഴിവാക്കുക. ഓക്കെ, മനസ്സിലായോ? ചൂടാണ്, അപ്പൊ കണ്ടീഷൻസ് ഒഴിവാക്കുക ഒന്ന്. പിന്നെ സ്നേഹം, കണ്ടീഷൻസ് ഇല്ലാണ്ടിരിക്കുക, അതിലേക്ക് പിന്നെ സ്നേഹം കൂടെ വരിക, ഭയങ്കരമായിട്ടൊരു ഇഷ്ടം എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും, കേട്ടോ. ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കണ്ടീഷൻസ് എടുത്ത് ഒഴിവാക്കുക. എല്ലാ കാര്യങ്ങളിലും കണ്ടീഷൻസ് എടുത്ത് ഒഴിവാക്കും. ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നുള്ള എക്സ്പെക്ടേഷൻസ് ആണ് കണ്ടീഷൻസ്. അങ്ങനെയല്ല, ഇതിങ്ങനെയാണ് ആവേണ്ടത് എന്ന് അക്സെപ്റ്റ് ചെയ്യുക. അതാണ് അടുത്തത്, അക്സെപ്റ്റൻസ്. നമ്മൾ പഠിച്ചല്ലേ? അപ്പൊ അക്സെപ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെയാണ് ആവേണ്ടത്, ഇപ്പൊ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെയാണ് ആവേണ്ടത്, അത് അങ്ങനെ മതി എന്ന് അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ മതി എനിക്ക് എന്ന് നമ്മളെ പറയുക, നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കുക. എനിക്ക് ഈ ചൂടത്ത് തന്നെ ഇങ്ങനെ തന്നെ മതി, എനിക്ക് ഈ ക്ഷീണത്തോടു കൂടി മതി. ആ ക്ഷീണത്തെ അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇതിലൂടെ കടന്നു പോയിട്ട് എൻ്റെ കരുത്തുകൾ ഞാൻ അറിയട്ടെ, തിരിച്ചറിയട്ടെ. ഇതിലൂടെ കടന്നു പോകാനുള്ള എൻ്റെ കരുത്ത്, എൻ്റെ ക്ഷമ ഞാൻ തിരിച്ചറിയട്ടെ. എൻ്റെ ക്ഷമ ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ്, എൻ്റെ ക്ഷമ പരീക്ഷിക്കപ്പെടുകയാണ്. എൻ്റെ ക്ഷമ പരീക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ഷമ എത്രത്തോളം ഉണ്ട് എന്ന് എന്നെ ബോധ്യപ്പെടുത്താനുള്ള, അളക്കാനുള്ള, എനിക്ക് തന്നെ അളക്കാനുള്ള ഒരു അവസരമാണ്, തിരിച്ചറിയാനുള്ള അവസരമാണ്. എത്രത്തോളം എനിക്ക് ക്ഷമിക്കാൻ കഴിയും, എത്രത്തോളം എനിക്ക് പക്വതയുണ്ട്, എത്രത്തോളം എനിക്ക് ശാന്തതയുണ്ട്, എത്രത്തോളം എനിക്ക് ആത്മീയതയുണ്ട്, എത്രത്തോളം എനിക്ക് ഇത് സഹിക്കാനുള്ള കരുത്തുണ്ട്. ഇതെല്ലാം കരുത്താണ്, അല്ലേ? സ്ട്രെങ്ത് ആണ്. എത്രത്തോളം എനിക്ക് സ്ട്രെങ്ത് ഉണ്ട്, ഇതെല്ലാം സഹിക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ട്. ഇത്രത്തോളം എനിക്ക് പെയിൻ ടോളറൻസ് ഉണ്ട്. അത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം 1 whole month, ഒരു മാസം മുഴുവനും ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമാണ്. സോ യു ജസ്റ്റ് ഡു ലൈക്ക് ദാറ്റ്. എന്ത് സംഭവിക്കും? നമ്മളൊന്ന് ചലഞ്ച് ചെയ്യുക മൈൻഡിന്, എത്രത്തോളം എനിക്ക് ചെയ്യാൻ പറ്റും. ചലഞ്ച് ചെയ്യേണ്ട, ഇറ്റ്സ് ലൈക്ക് എൻ അക്സെപ്റ്റൻസ്, ഇതിലേക്ക് സമർപ്പിക്കുക. അപ്പൊ ആ ചലഞ്ചിങ് ഓട്ടോമാറ്റിക്കലി അവിടെ നടന്നോളൂ. അപ്പൊ എനിക്ക് ഇങ്ങനെ മതി എന്ന അക്സെപ്റ്റൻസ്, അതാണ്. എനിക്ക് ഇങ്ങനെ മതി, എനിക്ക് ഇത്ര മതി, എനിക്ക് ഈ രൂപത്തിൽ മതി, എനിക്ക് ഇതേപോലെ തന്നെ കിട്ടിയാൽ മതി. അതൊരു ഈഗോ ഒന്നുമല്ല, എങ്ങനെയാണോ അങ്ങനെ. അതിൽ എളുപ്പമുണ്ടെങ്കിൽ എളുപ്പമുള്ള രീതിയിൽ, എളുപ്പമില്ലെങ്കിൽ എളുപ്പമില്ല, ദാറ്റ്സ് ഓക്കെ. അതാണ് അടുത്ത മനോഭാവം, കേട്ടോ. നമുക്കിതിൽ ഗ്രാറ്റിറ്റ്യൂഡ് കൂടെ കൊണ്ടുവന്നൂടെ? കുറച്ചുകൂടി സിമ്പിൾ ആവില്ലേ? തീർച്ചയായിട്ടും. ഇത് സിമ്പിൾ എന്നുള്ളതല്ല, ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ സ്നേഹത്തിന്റെ ഭാഗമായിട്ടുള്ള സാധനമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അതിലെപ്പോഴും എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടി, അതിനാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടി. ഈ ഒരു അവസരത്തിന്റെ പ്രത്യേകത എന്താ? ഞാൻ മാത്രമല്ല ഉള്ളത്, ഒരുപാട് പേര് ഈ സമയത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും എനർജി ലോകത്തുണ്ട്, ഈ അന്തരീക്ഷത്തിലുണ്ട്, ഇവിടെയുണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് എൻ്റെ എനർജി ഹൈ ആക്കാനും എനിക്ക് പെട്ടെന്ന് അതിന്റെ ഭാഗമാവാൻ കഴിയുന്നതിലൂടെ എനിക്ക് ഒരുപാട് ബെനിഫിറ്റ്സുകൾ കിട്ടാൻ പോകുന്നു. നമ്മൾ ഒറ്റയ്ക്ക് എനർജി ബിൽഡ് ചെയ്യുമ്പോൾ, ഒരുപാട് പേരുടെ ഒരുമിച്ച് കൂടെ ബിൽഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്രൗഡ് എനർജി ഉണ്ട്. അത് നമ്മുടെ ചുറ്റിലൊക്കെ ഉണ്ടാവും, ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുന്നതല്ലേ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക, നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാം. ജനുവരി എത്ര മണിക്കൂറാണ് ഈ ക്ലാസ് വെച്ചിട്ടുണ്ട്? അത് 10 days പ്രോഗ്രാമാണ്, ബേസിക് EFT പ്രോഗ്രാം. then അതിൻ്റെ കൂടെ തന്നെ 30 days സപ്പോർട്ടും ഉണ്ടാവും. 10 days പ്രോഗ്രാം ഉണ്ട്, ആ പ്രോഗ്രാമിലൂടെയാണ് ചെയ്യുന്നത്. 10 days പ്രോഗ്രാമിൽ നമ്മൾ എല്ലാ ദിവസവും 2 മണിക്കൂർ, 7 മണി മുതൽ 9 മണി വരെ രാവിലെയാണ് കേട്ടോ. റംസാൻ മാസം ആയതുകൊണ്ട് രാവിലെയാണ് ക്ലാസ് എടുക്കുന്നത്. സോ
നിങ്ങൾ, കാരണം ഒരുപാട് പേർക്ക് രാത്രി പങ്കെടുക്കാൻ കഴിയില്ല, പ്രാർത്ഥനയും മറ്റുള്ള കാര്യങ്ങൾ സംഗതികളൊക്കെ ആയതുകൊണ്ട്. എനിവേ, അപ്പം ക്ലിയർ ആണല്ലോ? ഓക്കെ, മാമിന് ക്ലിയർ ആയോ? സാജിദ മാം? ഓക്കെ ഓക്കെ സർ, ക്ലിയർ ആണ്. ഓക്കെ, സോ ആ ലെവലിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പം അങ്ങനെയാണ് നമുക്കെന്ന് വെച്ചാൽ അത് ലൈഫിൽ ഇത് ഈ ഒരു മാസത്തിൽ നിന്നുള്ളതല്ല, ത്രൂ ഔട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാനാണ് നമ്മൾ EFT പഠിപ്പിക്കുന്നത്. ഓക്കെ, ട്രോമ ഹീലിംഗ് വർക്ക്ഷോപ്പിലൂടെ നമ്മൾ കടത്തി വിട്ടിട്ട് നമ്മളിത് പഠിപ്പിക്കുന്നത് അങ്ങനെ. സോ റൈറ്റ് ലെവലിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് എത്തുക, വരീഡാവേണ്ട. പിന്നെ നമുക്കെന്ന് വെച്ചാൽ നമ്മൾ ഒന്നിനെയും ഭയപ്പെടാതിരിക്കുക. ഈ കണ്ടീഷൻസ് എപ്പോഴും വരുന്നത് ഭയത്തിൽ നിന്നാണ്, ഇൻസെക്യൂരിറ്റിയിൽ നിന്നാണ്. ഭയപ്പെടാതിരിക്കുക, ഭയം എടുത്ത് കളയാം. അതിന് പകരം എന്താ സംഭവിക്കാന്ന് കാണാമല്ലോ. ധൈര്യത്തോട് കൂടിയിട്ട് ഫേസ് ചെയ്യുക എല്ലാത്തിനെയും. റംസാൻ മാസത്തിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഏത് ചലഞ്ചിനെയും, ഏതൊരു പ്രയാസത്തെയും നമ്മൾ ഏത് ഡിസ്കംഫർട്ടായ കാര്യത്തിൽ സധൈര്യം ചലഞ്ച് ചെയ്യും. എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും? പിന്നെ ആഗ്രഹങ്ങളെല്ലാം ലിമിറ്റ് ചെയ്യുക. അറിയാലോ അല്ലേ? ആഗ്രഹങ്ങളെല്ലാം ലിമിറ്റ് ചെയ്യുക. നമ്മൾ ലിമിറ്റ് ചെയ്യാൻ, നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാനുള്ള ധൈര്യം കാണിക്കുക. അതാണ് ധൈര്യം. ഇത്ര മതി എന്ന് പറയുക എന്ന് പറയുന്ന ഒരു ധൈര്യമാണ്. അല്ലാതെ ഒരുപാട് വേണം എന്ന് ആഗ്രഹിക്കലല്ല ധൈര്യം. ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് വരുന്ന, ഭയത്തിൽ നിന്ന് വരുന്ന, ഫോമോ എന്ന് പറയുന്ന ഫിയർ ഓഫ് മിസ്സിംഗ് നിന്ന് വരുന്ന, എനിക്ക് അതും വേണം, ഇതും വേണം, അതും വേണം, അതല്ല ധൈര്യം. എനിക്ക് ഇത്ര മതി എന്ന് പറയുന്നതാണ് ധൈര്യം. എനിക്ക് ഇത്ര മതി എന്ന് പറയാൻ പലർക്കും പേടിയാണ്. എനിക്ക് ഇത്ര മതി എന്ന്, അല്ലേ? ശരിയല്ലേ? എനിക്ക് ഇത്ര മതി എന്ന് പറയാൻ പലർക്കും പേടിയാണ്. നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അതിനാണ് ധൈര്യം. വേണ്ടെന്ന് വെക്കാനൊരു ധൈര്യമുണ്ട്. എനിക്ക് ഇത്ര മതി, ഉള്ളത് വൃത്തിയിൽ മതി, ഉള്ളത് ക്ലിയർ ആയിട്ട് മതി എന്ന രീതിയിൽ. ഒരുപാട് ഇതിന്റെ പിന്നാലെ പോകുന്ന മങ്കി മൈൻഡാണ്. ഇതിലും ഹാപ്പി അല്ല, അതിലും ഹാപ്പി അല്ല, അവിടെയും ഹാപ്പി അല്ല, ഇവിടെയും ഹാപ്പി അല്ല. എന്നിട്ട് ആൾക്കാരെ ജഡ്ജ് ചെയ്യുക. അതാണ് അടുത്ത് ചെയ്യേണ്ടത്. ജഡ്ജ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ജഡ്ജ് ചെയ്യും. അവൻ അങ്ങനെയായിരുന്നെങ്കിൽ, ഇവൻ ഇങ്ങനെയായിരുന്നെങ്കിൽ, അതിങ്ങനെയായിരുന്നെങ്കിൽ, അതെങ്ങനെയായിരുന്നെങ്കിൽ. യു ജഡ്ജ് പീപ്പിൾ. സ്റ്റോപ്പ് ജഡ്ജിങ് ദാറ്റ്. സാഹചര്യങ്ങളെ ജഡ്ജ് ചെയ്യുക. വിധി എഴുതാൻ നീ ആര്? നീ ആരടോ? നീ എന്താടോ നേടിയേ എന്ന് നമ്മൾ നമ്മളോട് സ്വയം ചോദിക്കുക. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പൊട്ടനായിരുന്നു ഞാൻ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഗ്രോ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ വായ തുറക്കൂല, മിണ്ടൂല. പക്ഷേ അത് മിണ്ടൂല. അതാണ് നേരത്തെ ശരത് സാറ് പറഞ്ഞത്, മിണ്ടാട്ടം കുറയും, ജഡ്ജ്മെന്റുകൾ കുറയണം. ജഡ്ജ് ചെയ്യുക, അതിനെ ജഡ്ജ് ചെയ്യുക, ഇത് ജഡ്ജ്, അത് നന്നായി, ഇത് നന്നായില്ല, അത് മോശമാണ്, ഇത് മോശമായി. ഈ EFT പ്രോഗ്രാമൊക്കെ ചെയ്തിട്ട്, നമ്മൾ ട്രെയിനിങ്ങുകളൊക്കെ ചെയ്തിട്ട് ആദ്യം ആൾക്കാർ പോകും ജഡ്ജ്മെന്റിലേക്ക്. കാരണം കുറച്ച് അറിവ് കിട്ടി. അപ്പോൾ കുറച്ച് അറിവ് കിട്ടിയപ്പോൾ തോന്നും ഞാൻ എന്തുവാണ്, എനിക്ക് നല്ല അറിവ് കിട്ടി, ഞാൻ ഉഷാറാണ്, ഞാൻ മറ്റുള്ളവരെക്കാട്ടിലും ബെറ്ററാണ്, ഇപ്പം മറ്റുള്ളവരെയൊക്കെ ഉണ്ടോ, അവൻ ചെയ്യുന്നത് ശരിയല്ല, അവൻ ചെയ്യുന്നത് ശരിയല്ല, അവൻ ചെയ്യുന്നത് ശരിയല്ല, ഇവൻ ചെയ്യുന്നത് ശരിയല്ല, ഭർത്താവ് ചെയ്യുന്നത് ശരിയല്ല, ഭാര്യ ചെയ്യുന്നത് ശരിയല്ല. ജഡ്ജ്മെന്റ്. സ്റ്റോപ്പ് ജഡ്ജിങ്. ഓക്കെ, ആൻഡ് സ്റ്റാർട്ട് accepting. എല്ലാവരും accept ചെയ്യുക. It's okay. Stop judging. Stop complaining. Okay, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. Do it and it will be an amazing year. സാധിക്കേണ്ടത് മാത്രം പറയും. അല്ലേ? ഞാൻ താടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? താടിയൊക്കെ എടുത്ത് കളഞ്ഞു. നിങ്ങൾ എത്ര പേര് എന്നെ ജഡ്ജ് ചെയ്തെന്ന്? ജഡ്ജ് ചെയ്തിട്ടുണ്ടോ? എനിക്കറിയില്ല. നിങ്ങൾ ജഡ്ജ് ചെയ്തു എന്ന് ഞാൻ ജഡ്ജ് ചെയ്താൽ എനിക്കും പോയി. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ജഡ്ജ് ചെയ്യാതെ അക്സെപ്റ്റ് ചെയ്തിട്ട് എല്ലാം നല്ലതാണ്, എല്ലാം ഭംഗിയാണ്, നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക് യു. നല്ലൊരു ദിവസത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചു വരാം കേട്ടോ. നല്ലൊരു മന്ത് എല്ലാവർക്കും എന്ത് ചെയ്യാണ്?
ഇപ്പൊ ആർക്കൊക്കെയോ ഇത് എന്നെ തന്നെയാണ്, എന്നെ ഉദ്ദേശാണെന്ന് പറഞ്ഞ് ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാവും. ഉണ്ടോ? സാരമില്ല. Okay. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് അടുത്ത ദിവസം കാണാം. ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, പറഞ്ഞ പോലെ അടുത്ത ബാച്ച് വരുന്നുണ്ട്. സെമസ്റ്ററിൽ റിപ്പീറ്റ് ചെയ്യേണ്ടവർക്ക് റിപ്പീറ്റ് ചെയ്യട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവസരമാണ്. എല്ലാ ബാച്ച് പോലെയല്ല, ഈ ബാച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, ഉറപ്പാണ്. അതിൽ സംശയം വേണ്ട. കാരണം ചില ഡിഫറൻസ് നിങ്ങൾ എന്നിൽ കാണുന്നുണ്ട്, അതുപോലെ കോഴ്സിലും വരും. ഓക്കെ, റിപ്പീറ്റേഴ്സിന് പേയ്മെൻറ്റ് പകുതിയോളം വരുന്നുള്ളൂ, വളരെ കുറവാണ്. സോ കം ടു ദ പ്രോഗ്രാം. റിപ്പീറ്റ് ചെയ്യാനുള്ള നല്ല അവസരമാണ്. ഓക്കെ, താങ്ക് യു. കണക്ഷൻ വിട്ടവർക്കൊക്കെ എന്താ വെച്ചാൽ തിരിച്ചു പിടിക്കാം. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു എവരിവൺ. താങ്ക് യു സർ. താങ്ക് യു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇതുവരെ കേൾക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കാൻ പറ്റി. കഴിയുന്നതും അഡ്വാൻസ് ചെയ്യാൻ ശ്രമിക്കാം. ശ്രമിക്കേണ്ട, ചെയ്താൽ മതി. ചെയ്യും, പറഞ്ഞോളൂ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ, ഹാവ് എ ഗ്രേറ്റ് ഡേ.